യുഎസുമായുള്ള സഹകരണത്തിന് യുഎഇക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാൻ. ഇറാനിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ സമീപകാല ആക്രമണങ്ങളിൽ അമേരിക്കയുമായി സഹകരിച്ചതിന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് വളരെ കനത്ത വില നേരിടേണ്ടി വരുമെന്ന് ഒരു ഇറാനിയൻ നിയമസഭാ അംഗം മുന്നറിയിപ്പ് നൽകിയതായി ഇറാന്റെ IRGCയുമായി ബന്ധപ്പെട്ട ഫാർസ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. US സൈനിക ആക്രമണങ്ങളിൽ UAE രഹസ്യമായി പങ്കുവഹിച്ചുവെന്ന് ഇറാന്റെ പാർലമെന്ററി ദേശീയ സുരക്ഷാ വിദേശനയ സമിതി അംഗം ഇസ്മയിൽ കൗസാരി ആരോപിച്ചു. അബുദാബി ഇറാന്റെ എതിരാളികളുമായി സഖ്യമുണ്ടാക്കിയെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. UAE വില നൽകേണ്ടി വരും. കൗസാരി ആരോപണത്തെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ നൽകാതെ പറഞ്ഞതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ഇറാനിൽ അടുത്തിടെ US നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ്. ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ രാജ്യം നയതന്ത്രം പിന്തുടരണോ അതോ സൈനിക പ്രതികാരം ശക്തമാക്കണോ എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇറാനിൽ ആക്കം കൂട്ടി. ഇറാനിയൻ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് നീണ്ടു നിൽക്കുന്ന സംഘർഷം രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ വഷളാക്കുമെന്നും സാധാരണ പൗരന്മാരുടെ ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിക്കുമെന്നും മിതവാദികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വാഷിംഗ്ടണുമായി ഒരു കരാറിലെത്തുന്നത് ഇറാന്റെ ദേശീയ താൽപര്യമെന്ന് സാമ്പത്തിക വിദഗ്ധൻ മെഹ്ദി പസൂക്കി ഫരാറിനോട് പറഞ്ഞു. നിഷ്ക്രിയത്വത്തിന്റെ വില വിട്ടുവീഴ്ചയുടെ വിലയേക്കാൾ വളരെ വലുതാണെന്ന് വാദിച്ചു. ഇതിന് വിപരീതമായി യാഥാസ്ഥിതിക മാധ്യമങ്ങൾ കൂടുതൽ കർശനമായ പ്രതികരണത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിൽ സൈനിക പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുക, പ്രാദേശിക ഊർജ്ജ മാർഗങ്ങളെ ഭീഷണിപ്പെടുത്തുക എന്നിവ ഉൾപ്പെടുന്നു. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ ശക്തമായ പ്രതികാര നടപടികളെ ന്യായീകരിക്കുന്നുവെന്ന് ഹാൻലൈൻ പത്രമായ കെയ്ഹാൻ പറഞ്ഞു. അതേസമയം ടെഹ്റാൻ ഗൾഫിലെ വിശാലമായ US സുരക്ഷാ ശൃംഖലയെ ലക്ഷ്യം വെക്കണമെന്ന് ഹംഷഖ്രി വാദിച്ചു. ഗൾഫ് മേഖലയിലുടനീളമുള്ള നിർണായക ഊർജ്ജ ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്കകൾക്കും US ഇറാൻ സൈനിക കൈമാറ്റങ്ങൾക്കും ശേഷം പ്രാദേശിക അനിശ്ചിതത്വം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ പരാമർശങ്ങൾ. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പുതിയ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്ന രഹസ്യ അന്വേഷണ വിവരം ഇസ്രായേൽ അമേരിക്കയുമായി പങ്കുവച്ചതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. അമേരിക്കൻ ഉദ്യോഗസ്ഥ വൃത്തങ്ങളെ ഉദ്ധരിച്ച് US മാധ്യമങ്ങളായ വാൾസ്ട്രീറ്റ് ജേണലും CNN-ഉമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ചയാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് ലഭിച്ചതെന്നാണ് വിവരം. ട്രംപിനെ വധിക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് കഴിഞ്ഞ കുറച്ചാഴ്ചകളായി US-ന് സ്ഥിരമായി രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും എന്നാൽ ഇസ്രായേലിൽ നിന്നുള്ള മുന്നറിയിപ്പ് പുതിയതും ഒരു പ്രത്യേക ഗൂഢാലോചനയെക്കുറിച്ചുള്ളതുമായിരുന്നുവെന്നും US വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം ഇറാനെതിരായ അമേരിക്കൻ സൈനിക നടപടികൾ വർദ്ധിപ്പിക്കുന്നതിനായി ട്രംപിനെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയായിരിക്കാം ഇസ്രായേലിന്റെ റിപ്പോർട്ടെന്ന് മറ്റു ചില US ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചതായും CNN വ്യക്തമാക്കി. ഇറാൻ തന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുവെന്നും അവരുടെ ഒന്നാം നമ്പർ ലക്ഷ്യം താനാണെന്നും കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു. ഇസ്രായേലി രഹസ്യാന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വാൾസ്ട്രീറ്റ് ജേണൽ വൈറ്റ് ഹൌസിനോട് പ്രതികരണം തേടിയപ്പോൾ ട്രംപിന്റെ സമീപകാല പ്രസ്താവനകൾ പരിശോധിക്കാനാണ് ആവശ്യപ്പെട്ടത്. അവർക്ക് നേതാക്കൾ ഉണ്ടായിരുന്നു, അവർ ഇല്ലാതായി. ഇപ്പോൾ അവർക്ക് മറ്റൊരു കൂട്ടം നേതാക്കളുണ്ട്, അവരും ഇല്ലാതായേക്കാം. ഒപ്പം ഒരു കാര്യം കൂടി അറിയുക, ഞാനും ഇല്ലാതായേക്കാം, കാരണം ഞാനാണ് അവരുടെ പ്രധാന ലക്ഷ്യം. കഴിഞ്ഞ ദിവസം ഇറാനിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ട്രംപ് പറഞ്ഞു. ഇറാനുമായുള്ള സംഘർഷം വീണ്ടും തുടങ്ങിയതിന് പിന്നാലെ ട്രംപിന്റെ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അറിയിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.